സംസ്ഥാനത്ത് നിന്ന് തുലാവർഷം പിൻവാങ്ങിയതോടെ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തെ ഉയർന്ന താപനില കണ്ണൂരിൽ രേഖപ്പെടുത്തി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം മൂന്നാറിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചെണ്ടുവരൈ, ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലാണ് താപനില 0 ഡിഗ്രി രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് എന്നിവരൊപ്പം ചേർന്നു. ശ്രീനന്ദയിലേക്ക് ആദ്യം. ശ്രീനന്ദ, ചൂട് കൂടുമെന്ന് കഴിഞ്ഞ ദിവസം ശ്രീനന്ദ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പോഴെന്താണ് മുന്നറിയിപ്പ്? ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് പകൽ ചൂടിന് യാതൊരുവിധ ശമനവും ഇല്ലാണ്ട് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ കണക്ക് 2 ഡിഗ്രി മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിൽ ഇന്നലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കണ്ണൂരിൽ 37.2 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. അതിൽ 37 ഡിഗ്രി സെൽഷ്യസോടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് കോട്ടയം ജില്ലയാണ്. കണ്ണൂർ കഴിഞ്ഞ് കോട്ടയത്താണ് ഏറ്റവും കൂടിയ താപനില ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉയർന്ന ചൂട് കാരണം സൂര്യാഘാതം, സൂര്യതാപം അങ്ങനെയുള്ള നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടാകും എന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഉയർന്ന ചൂട് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്തെ ചൂടും അതികഠിനമാണ്. എന്നാൽ കണ്ണൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വലിയ പ്രശ്നമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെയുള്ള ചൂടിനേക്കാളും ഇന്ന് ചൂടിന് ഇത്തിരി ശമനമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരും മണിക്കൂറുകളിൽ ചൂടിന് യാതൊരുവിധ കുറവും കാണില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതും ഉയർന്ന ചൂട് കാരണം നിരവധി ജലക്ഷാമവും രൂക്ഷമായി തന്നെ തുടരും, ജലക്ഷാമം ഉണ്ടാകും എന്നുകൂടി അവർ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മാർച്ച് മാസം തുടങ്ങിയത് പോലുമില്ല, എന്നിട്ട് കൂടി നമുക്ക് ചൂട് ഇത്രയും ജനുവരി അവസാനമായതോടെ ചൂട് ഇത്രയും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരന്തം തന്നെ വന്നു ഭവിക്കും എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും അവരോട് തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എടുത്തതിന് ശേഷം മാത്രം വീടിനുള്ളിൽ നിന്നും പുറത്തേക്കൊക്കെ പോകാൻ സാധിക്കൂ. കുട്ടികളോടെല്ലാം, സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളോടും എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ എടുത്തതിന് ശേഷം മാത്രം സ്കൂളുകളിൽ എത്താനും ഒക്കെയാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന. സംസ്ഥാനത്ത് ചൂട് കൂടും എന്ന് ശ്രീനന്ദ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മൂന്നാറിൽ 0 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ ചെണ്ടുവരൈ, ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലാണ് 0 ഡിഗ്രിയിൽ എത്തിയത് എന്നാണ്. ഈ മൂന്നാറിൽ നിന്ന് എത്രമാത്രം ദൂരെയാണിത്? ഇപ്പോൾ മൂന്നാറിൻ്റെ അന്തരീക്ഷം എങ്ങനെ? സാഹചര്യം വെച്ച് മൂന്നാറിൽ ഈ ഒരു ജനുവരി മാസത്തിന്റെ ആദ്യ ആഴ്ചകളിലാണ് ഇത്തരത്തിൽ ഈ ഒരു താപനില അത് 0-ലേക്ക് പോയത്. ഇത് ആദ്യമായാണ് ഈ ഒരു അവസാന വാരത്തിലും ഈ ഒരു തണുപ്പ്, മൂന്നാറിലെ തണുപ്പ് താപനില അതൊരു 0-ൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. പ്രധാനമായും ചെണ്ടുവര, അതുപോലെ തന്നെ ലക്ഷ്മി എസ്റ്റേറ്റ്, പ്രധാനമായും ഈ മൂന്നാറിനോട് ചേർന്നുള്ള ഏകദേശം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുള്ള പ്രദേശങ്ങളാണ് ഇത്. ചെണ്ടുവര, അതുപോലെ തന്നെ ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവ. അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു താപനില 0 രേഖപ്പെടുത്തുകയും ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാവുകയും ചെയ്തത്. പുലർച്ചെയാണ് ഈ ഒരു തണുപ്പ്, അതിശൈത്യം ഉണ്ടാകുന്നത്. അതൊരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. പ്രധാനമായും ഈ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ചൂട് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് മുന്നോടി അല്ലെങ്കിൽ അതിന് മുന്നായിട്ടാണ് ഇത്തരത്തിൽ ഈ ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇത് കൂടാതെ തെന്മല, ചിറ്റുവര, നയമക്കാട്, ലാക്കാട് എന്നിവിടങ്ങളിൽ ഈ ഒരു മൂന്നാർ ടൗണ്, നല്ലതണ്ണി, മാട്ടുപ്പെട്ടി, കുണ്ട്ള എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തണുപ്പ് 2 ഡിഗ്രി അല്ലെങ്കിൽ 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്രയേലിലെ ഏറ്റവും താപനില കുറഞ്ഞ ഒരു സമയമാണ് നിലവിൽ ഇപ്പോൾ മൂന്നാറിലുള്ളത്. ഇതൊരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. മൂന്നാറിൽ 0 ഡിഗ്രി താപനില. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.